കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ലോകം മരുഭൂമിയാക്കി നീ ആ മരുഭൂമിയിലേക്ക് മടങ്ങിയിട്ട് ഇന്നേക്ക് 7 വർഷവും 15 ദിവസവും. ഈ കാലം അത്രയും നാം ഒരുമിച്ച് ജീവിച്ചത് വെറും 225 ദിവസങ്ങളും കുറച്ചു മണിക്കൂറുകളും മാത്രം. നീയുമൊത്തുള്ള ഓരോ നിമിഷങ്ങളുടെയും കൃത്യമായ കണക്ക് എന്റെ കയ്യിലുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അപഹരിച്ചെടുത്ത നമ്മുടെ സമയം ഉൾപ്പെടെ എല്ലാം. നീ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കണക്കിന് മോശമായിരുന്ന ഞാൻ തന്നെയാണോ ഇതെന്നല്ലേ? ശരിയാണ്. എന്നെ ജീവിതം കണക്കുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം മറ്റൊരു കണക്ക് കൂടി ഞാനിപ്പോ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കടത്തിന്റെ കണക്കുകൾ. നമ്മുടെ കൊച്ചു വീട് കല്ലിന്മേ കല്ലുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം കടങ്ങളും. കടം വാങ്ങുന്ന ഓരോ രൂപയും നിന്റെ തിരിച്ചുവരവിനെ വൈകിപ്പിക്കുന്നു എന്ന ചിന്ത പോലും എന്നെ കരയിക്കുന്നു. പാവം മാഷ് പണം സംഘടിപ്പിക്കാൻ പാടുപെടുന്നത് കാണുമ്പോ കുട്ടിക്കാലത്ത് നമ്മുടെ കളിവീട് കെട്ടാൻ ഓടി നടക്കുന്ന നിന്നെ എനിക്ക് ഓർമ്മ വരും. ചിലപ്പോ തോന്നും വീടെന്ന നമ്മുടെ സ്വപ്നം അങ്ങ് ഉപേക്ഷിച്ചാലോ എന്ന്. എന്നിട്ട് കൊട്ടാരമില്ലാത്ത രാജാവും റാണിയുമായി നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചു മരിക്കാം. എന്നാലും വേണ്ടില്ല. ആകാശത്തിന് താഴെ എവിടെ ജീവിച്ചാലും അത് നിനക്കൊപ്പമാണല്ലോ. നീ വിളിക്കുമ്പോഴൊക്കെ എനിക്കും നിനക്കും മാത്രമായി കുറച്ച് സമയം ഒരുക്കാൻ തിരക്കുള്ള ബൂത്തിൽ പാടുപെടുന്ന നമ്മുടെ പാവം മാഷെ കാണുമ്പോൾ എനിക്ക് വിഷമം വരും. അതുമാത്രമല്ല, ഫോണിൽ മണൽക്കാറ്റിന്റെ ഇരമ്പലിനൊപ്പം കേൾക്കുന്ന നിന്റെ പതറിയ ശബ്ദത്തേക്കാൾ എനിക്കിഷ്ടം നമ്മുടെ സ്നേഹത്തിന്റെ ഗന്ധമുള്ള, നമ്മുടെ വിയർപ്പ് പറ്റി കുതിർന്നതും ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണുനീർ വീണ് പടർന്നതുമായ ഈ അക്ഷരങ്ങളെയാണ്. ഇനി എന്നെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നാം പരസ്പരം അയച്ച ഈ കത്തുകളിൽ ഉണ്ടാവും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഈ കാലങ്ങൾ. അതെങ്കിലും വേണ്ടേ നമുക്ക്? പിന്നെ നീ ചോദിച്ചതിൽ പലതും എനിക്ക് ഈ കത്തിലൂടെ തരാൻ കഴിയില്ല. ഈ അക്ഷരങ്ങളിലൂടെ കൈമാറാവുന്നതെല്ലാം അവ എൻ്റെ മനസ്സിന്റെ വിങ്ങലറിഞ്ഞാൻ. അവ ഈ കടലാസിൽ നിന്ന് പറന്ന് നിന്റെ അരികിലെത്തിയനെ. എനിക്ക് വേണ്ടി നിനക്കൊരായിരം മുത്തങ്ങൾ തന്നേനെ. എത്രയും വേഗം നമുക്ക് നമ്മുടെ ജീവിതം തിരികെ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോ ഇത് മാത്രം. ബൈ. ആ ഷൈനി മോളെ, നിന്നെ കാണാനേ ഇല്ലല്ലോ. നീ അങ്ങ് ക്ഷീണിച്ചു കേട്ടോ. എന്താ അസുഖമല്ലേ? ഒന്നുമില്ല ചേച്ചി. വീട്ടിലെ ജോലിയും തയ്യക്കടയും പിന്നെ പുതിയ വീടിന്റെ പണിയും നടക്കുകയല്ലേ. ആകെ തിരക്ക. ഞാനെന്നാ പോട്ടെ ചേച്ചി. ഒന്ന് നിക്കേ, ഒരു കാര്യം പറയാനുണ്ട്. ആ ടീച്ചറെ, എത്ര നാളായി കണ്ടിട്ട്. ഇപ്പൊ സമയം എത്രാമത്തെ മാസാ? വലിയ മേനകയാന്ന ഭാവം. കഴിഞ്ഞ ആഴ്ച ഞാൻ അയാളെ ടൗണിൽ കണ്ടതാ, സ്കൂട്ടറില്. അതിനെന്താ? പുറകിലേ വേറൊരുത്തി ഉണ്ടായിരുന്നേ. എന്റെ പൊന്നി ചേച്ചി, എനിക്ക് ഒരുപാട് പണിയുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. നിക്കുന്നേ, ഒരു കാര്യം കൂടി എനിക്ക് ടൈമില്ല ചേച്ചി, ഒരുപാട് പണിയുണ്ട്. പിന്നെ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓ, വലിയ കളക്ടറാണെന്നാ വിചാരം. 500, 510. ഇങ്ങടെ നീക്കിപ്പിടി. മാഷേ, കല്ല് നാളെ വേണ്ടി വരൂട്ടാ, അല്ലെങ്കിൽ പണി മുടങ്ങുവേ. ഞാൻ പറഞ്ഞിട്ട് ഒരാഴ്ചയായി, പൈസയും കൊടുത്തു. കല്ലിന് നല്ല ഡിമാൻഡാന്നാ അവര് പറയുന്നത്. ഞാൻ നാളെയും കൂടി ഒന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ പോണ എണങ്ങണ്ടല്ല, കയ്യോടെ സാധനം കൊണ്ട് കയറ്റി വിട്ടേര്, അല്ലെങ്കിൽ ഓരോ ഒയപ്പും. ഇതാണ് കായ ആദ്യം കൊടുത്താലുള്ള ഇടങ്ങേറി. എടാ, കുറച്ച് വലത്തോട്ട്.
എടാ ഒന്ന് അനങ്ങി പണി ചെയ്യടാ കുണ്ടന്മാരെ. അതിനല്ലടാ അനക്കൊക്കെ കായണ്ണി തന്നെ. ഹെ, ഒന്ന് തിരിഞ്ഞാ മതി, അപ്പൊ പണി നിർത്തിക്കോളും. ശനിയാഴ്ച ഞമ്മളല്ലേ കായണ്ണി കൊടുക്കണം, അതിന് കുറവില്ല. ആ ആ നീ എവിടെയായിരുന്നു മോളെ? വിശന്നിട്ട് വയറ് കാഞ്ഞു. ആ വാ മോളെ. പുട്ടും കടലയാ. ഓ എന്നാ ഞാൻ കടയിലോട്ട് പോട്ടെ. ആ, ശരി ആ മാഷെ, വൈകുന്നേരം അപ്പുനെ വിളിക്കണേ. ആയിക്കോട്ടെ. ഡി, നീ ഇവിടെ നിന്നോ, മാഷിനൊരു കൂട്ടാവില്ലല്ലേ. ആ. ആ മാഷെ, ഞാൻ വരെ 6 മണിയാവും. ഓ, പോച്ചിയുടെ ആ. കടയിലെ പരിപ്പോടെ മറക്കണ്ട ഇല്ല. കേട്ടോ. മാഷ് മാഷ വരുമ്പോൾ മാഷേന്ന് വിളിക്കാൻ നല്ല രസമാണ് മാഷെ. അതെ, ഓൾ എന്റെ മരുമോളാണതിന് മുമ്പ് ഞാൻ ഓളുടെ മാഷായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്ക് എന്നെ വാപ്പാന്ന് വിളിക്കാൻ ഒരു മടി. അത് കൊള്ളാം നീ വാ മാഷെ. മോളെ. എന്താടാ കമ്പി കമ്പിയാ? കമ്പി ഓടാ. കമ്പി. വീട് പണിയും കൂടി തുടങ്ങിയപ്പോ ഒന്നിനും നേരമില്ലാണ്ടായി. ആഷിക്കെന്നാ വരുന്നേ? ഈ മാസം വരേണ്ടതാ, പക്ഷേ 1 മാസം കൂടി ലേറ്റ് ആവുമെന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ പറഞ്ഞു. ആ ആഷിക്ക് വന്നാ നിന്റെ ഓട്ടോ ഒന്ന് കുറയും. ഓ പിന്നെ ആശയ്ക്ക് വന്ന അവളുടെ ജോലി കൂടത്തേ ഉള്ളൂ. കണ്ടില്ലേ അവളുടെ ഒരു നാണം. ഒന്ന് പോ ചേച്ചി, മിണ്ടാണ്ടിരുന്നത് പണിയെടുക്കോ. അതൊക്കെ പോട്ടെ, പോരപ്പണി എവിടെ വരെയായി? ആ പാതി ആയതേ ഉള്ളൂ. കയ്യിലെ പൈസയൊക്കെ തീർന്നു. പുറത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ടാ ഇന്നലെ ഇഷ്ടിയക്കാർക്ക് കൊടുത്തത്. മാഷിന്റെ ഓട്ടം കാണുമ്പോ കഷ്ടം തോന്നും. ഈ വീട് പണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാ. ഞങ്ങളുടെ കാര്യം കണ്ടില്ലേ, 2 കൊല്ലായി തുടങ്ങിയിട്ട് ഇനിയും തീർന്നില്ല. ആശയ്ക്ക് വരുന്നതിന് മുമ്പേ തീർക്കണമെന്ന മാഷിന്റെ ഒരു വാശി. ആ അപ്പൊ ഇപ്രാവശ്യം പുതിയ വീട്, പുതിയ ബെഡ്റൂം. നടക്കട്ടെ നടക്കട്ടെ. ഈ ചേച്ചിക്ക് വേറെ വിചാരമൊന്നുമില്ലേ? അല്ല മാഷെ, ഈ ജനലിനൊക്കെ ഇത്ര വലിപ്പം വേണോ? അല്ല, ഈ മരത്തിന്റെ ഒക്കെ വില ആലോചിച്ച് നമ്മൾ പറഞ്ഞു. ഈ വീട് പണിയിലൊക്കെ ജീവിതത്തിൽ ഒരു തവണയല്ലേ നടക്കൂ. അത് നമ്മുടെ ആഗ്രഹം പോലെ അങ്ങ് നടക്കട്ടെ. ആ നടക്കട്ടെ. വീടായ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടണം. കാറ്റും വെളിച്ചവും കിട്ടണമെങ്കിൽ നല്ല വാതിലും ജനലും ഒക്കെ വേണം. കുറച്ച് കടം വാങ്ങിയിട്ടായാലും ഞാനും എൻ്റെ മോൻ ആശിക്കും ആഗ്രഹിച്ച പോലെ തന്നെ അങ്ങോട്ട് പണിയും. അത് ഞങ്ങളുടെ വലിയൊരു സ്വപ്ന. ആ എന്നാ ഞാൻ പോട്ടെ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ സമയമായി. നല്ല പാട്ടായിരുന്നു. പണിയെടുക്കടാ. ഈ എന്താ നോക്കണ? ഈ ആ എന്താ പക്ഷെ സുന്ദരല്ലേ? പിന്നെ ഭയങ്കര സുഖമല്ലേ. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മയും 2 പെങ്ങന്മാരും. എന്തേ മാഷേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. എന്നാ പിന്നെ പോട്ടെ മാഷേ, പണി തീർന്നിട്ടില്ല. ചെല്ല് ചെല്ല്. നിന്നേ എന്തേ? ആഷിക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? വൈകുന്നേരം വിളിക്കാന്ന് പറഞ്ഞേക്കുന്നു. മാഷോടും ഷൈനച്ചോടും വന്ന് നിൽക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ कि जैसे तुझको बनाया गया है मेरे लिए कि जैसे तुझको. ആ ലക്ഷ്മിയമ്മേ. മാഷേ, ദാ ചായ. ഓ ആ ലക്ഷ്മി മേടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. മോളെ ഇരിക്കട്ടാ ഇത്തിരി ചായന്റെ ദേ ഇപ്പൊ കൊണ്ടുവരാം. ഇഷ്ടമായ എന്റെ സുന്ദരി കുട്ടി, നീ അതെല്ലാം കൂടി പറിച്ച് കളയല്ലേ. നീ എന്താ പറഞ്ഞേ? എനിക്ക് ചായ വേണം. നീ ഇപ്പൊ അല്ലേ പാല് കുടിച്ചേ? എനിക്ക് ചായ വേണം. ഈയുടെ വാശി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ചായ ഓനും കൊടുക്ക്. For more updates, like, comment, subscribe to our channel.